നമസ്കാരം. വിഴിഞ്ഞം ആസ്പാക് ഹോട്ടലിൽ നിന്നും സീ ഫുഡ് കഴിച്ച ഒരു കുടുംബത്തിലെ 2 പേർ മരിച്ച സംഭവത്തിൽ പുതിയ വഴിത്തിരിവ്. ചികിത്സയിലായിരുന്ന ഷാജിയുടെ ഭാര്യ സജിമോളും മറ്റു കുടുംബാംഗങ്ങളും ഹോട്ടൽ ഉടമയ്ക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് വിഴിഞ്ഞം പോലീസിൽ പരാതി നൽകി. പരാതി സ്വീകരിക്കുവാൻ പോലീസ് ആദ്യം വിമുഖത കാട്ടിയത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. വിഴിഞ്ഞം സ്റ്റേഷനിൽ നാടകീയ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. മരിച്ച ഷാജിയുടെ ഭാര്യ സജിമോൾ, കൂടെ ഉണ്ടായിരുന്ന AS ശ്രീജയ, മകൾ ആർച്ച എന്നിവരാണ് പരാതിയുമായി എത്തിയത്. എന്നാൽ ലാബ് റിപ്പോർട്ട് വരാതെ കേസെടുക്കുവാൻ കഴിയില്ല എന്നും മരിച്ചവരുടെ നാട്ടിലെ സ്റ്റേഷനിൽ പരാതി നൽകുവാനും പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞം പോലീസ് ആദ്യം ഇവരെ മടക്കി അയക്കുവാൻ ശ്രമിച്ചു. ഒടുവിൽ പരാതിക്കാർ ഉറച്ചു നിന്നതോടെയാണ് പോലീസ് വഴങ്ങിയത്. സംഭവത്തിലെ ഏറ്റവും പുതിയ ആശങ്കാജനകമായ വിവരം ചികിത്സയിലുള്ള ശ്രീജയയുടെ ആരോഗ്യനിലയാണ്. ഹോട്ടലിൽ നിന്ന് മീൻമുട്ട ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ കഴിച്ച ശ്രീജയയുടെ വലതുകാലിന് സ്പർശനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് കേവലം അലർജിയല്ല, മറിച്ച് ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തിയ മാരകമായ നാഡീവിഷം കാരണമാണെന്ന് ഡോക്ടർമാർ സംശയിക്കുന്നു. ഇതേ ഹോട്ടലിൽ നിന്ന് അന്ന് ഭക്ഷണം കഴിച്ച റിട്ടയർഡ് SI മധുസൂദനൻ നായർ, അരുൺ രാജ് എന്നിവരും തങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടായതായി പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഹോട്ടലിന് ലൈസൻസോ കെട്ടിട അനുമതിയോ ഉണ്ടായിരുന്നില്ല എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. സംഭവത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വരുന്നതോടെ മരണകാരണം കൃത്യമായി വ്യക്തമാകും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ കുറവാണ് ഇത്തരം പരിശോധനകൾ വൈകുവാൻ കാരണമെന്ന ആക്ഷേപമാണ് ഉയർന്നത്. കഴിഞ്ഞ 16-ന് വിഴിഞ്ഞത്തെ ആസ്പാക് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചു മടങ്ങവേ അസ്വസ്ഥത ഉണ്ടായതിനു പിന്നാലെയാണ് ഷാജി സജിമോളുടെ മാതാവ് റാഷിദ ബീവി മരിച്ചത്. അന്നേ ദിവസം അതേ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ശ്രീജയയും ആർച്ചയും മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു. ശ്രീജയയുടെ വലതുകാലിൽ മുട്ടിന് താഴെ സ്പർശനശേഷി നഷ്ടപ്പെട്ട നിലയിലാണ്. ഹോട്ടലിനെതിരെയും ഹോട്ടൽ ഉടമയ്ക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പരാതിയിലുള്ളത്. ഇതേ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് സ്വകാര്യ ആശുപത്രി ചികിത്സ തേടിയിരുന്ന റിട്ടയർഡ് SI മധുസൂദനൻ നായരും ചികിത്സയിൽ കഴിയുന്ന അരുൺ രാജും വിഴിഞ്ഞം പോലീസിൽ പരാതി നൽകും. ഏത് വകുപ്പിൽ കേസെന്ന പോലീസ് പരാതി നൽകാൻ എത്തിയവരോട് ആദ്യം മുഖം തിരിച്ചു പോലീസ്. ഇവിടെ കേസെടുക്കാൻ പറ്റില്ലെന്നും ഏത് വകുപ്പിൽ കേസെടുക്കണമെന്നുമാണ് പോലീസ് ചോദിച്ചതെന്നാണ് പരാതി. ലാബ് റിസൾട്ട് വന്ന് ഭക്ഷ്യവിഷബാധയാണെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ കേസെടുക്കാൻ പറ്റൂവെന്നും പരാതിക്കാരുടെ പരിധിയിലെ സ്റ്റേഷനിൽ കേസ് നൽകണമെന്നുമായിരുന്നു നിർദ്ദേശമെന്നും തങ്ങളോട് താല്പര്യമില്ലാതെയാണ് പെരുമാറിയതെന്നും പരാതിക്കാർ പറയുന്നുണ്ട്. കേസെടുക്കാതെ പോകില്ലെന്ന് പറഞ്ഞതോടെയാണ് കേസെടുത്തത്. മരണത്തിൽ ചടയമംഗലം പോലീസ് സംഭവ ദിവസം കേസെടുത്തതാണ്. സജികുമാരിയുടെയും ആർച്ചയുടെയും ചികിത്സാ രേഖയിലും മീൻമുട്ടയിൽ നിന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാണെന്ന് ഡോക്ടർമാർ സൂചിപ്പിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ ആന്തരികാവയവ പരിശോധനാ റിസൾട്ട് വന്നാലേ മരണകാരണം വ്യക്തമാകുമെന്നാണ് പോലീസും ഭക്ഷ്യസുരക്ഷാ വകുപ്പും പറയുന്നത്. പരാതി സ്വീകരിക്കുന്നതിൽ വൈമുഖ്യം കാണിച്ചിട്ടില്ലെന്നും ലാബ് റിപ്പോർട്ട് അനുസരിച്ച് അന്വേഷണം നടത്തുമെന്നും വിഴിഞ്ഞം പോലീസ് വ്യക്തമാക്കി. സാധാരണ ഭക്ഷണപ്പഴക്കത്തേക്കാൾ ഉപരിയായി കഴിച്ച മത്സ്യത്തിലെ സിഗുവ ടോക്സിൻ അല്ലെങ്കിൽ ടെട്രോടോക്സിൻ പോലുള്ള മാരകമായ നാഡീവിഷങ്ങളാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാർ സംശയിക്കുന്നത്. മരിച്ചവരും ചികിത്സയിലുള്ളവരും ഒരുപോലെ കഴിച്ചത് മീൻമുട്ടയാണ്. തമിഴ്നാട്ടിലെ മുട്ടം എന്ന സ്ഥലത്തു നിന്നാണ് ഈ മീൻമുട്ട എത്തിച്ചതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് വ്യത്യസ്ത ഇനം മത്സ്യങ്ങളുടെ മുട്ടകൾ കലർന്ന ഒന്നാണ്. ഹോട്ടലിൽ പ്രവർത്തിച്ചിരുന്നത് യാതൊരുവിധ ലൈസൻസോ കെട്ടിട അനുമതിയോ ഇല്ലാതെയാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. വിഴിഞ്ഞം പോലീസ് നിലവിൽ കുടുംബത്തിന്റെ പരാതി സ്വീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്.